growing restless in the wind, searching for a brighter day, leaving yesterday behind. Oh, looking forward into the light. I found you, a world brand new. Sky is blue when I'm with you. I found you, a world brand new. Sky is blue. My whole world changed suddenly when I saw something heavenly. He turned my darkness into day, oh, and I could finally see the way. I found you, a world brand new. Sky is blue when I'm with you. Finally I feel alive. Finally I feel alive. Heart on fire in my chest, feel the wild rush. I can see a world awake again. Finally I feel alive. Finally I feel alive. Finally I feel alive. I found you, a world brand new. Sky is blue when I'm with you. I found you, a world brand new. Sky is blue when I'm with you. Finally I feel alive. Finally I feel alive. Heart on fire in my chest, feel the wild rush. I can see a world awake again. Finally I feel alive. Finally I feel alive. Finally I feel അങ്ങനെ
സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ മകന്റെ മേൽ അങ്ങയുടെ തൃക്കരം നീട്ടണമേ. തിരുക്കുടുംബത്തിൽ വസിച്ചുകൊണ്ട് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച ഈശോയെ, ഇന്ന് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മകനെ അവിടുത്തെ അനുഗ്രഹാശസ്സുകളാൽ നിറയ്ക്കണമേ. ബലിവേദിയിൽ മുമ്പിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഇവർ ഇന്നെടുക്കുവാൻ പോകുന്ന ഈ വിവാഹ ഉടമ്പടി ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഇവർ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അഭംഗുരം പാലിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾ യാചിക്കുന്നു. അനുദിന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവർക്ക് അഭിമുഖമായിരിക്കേണ്ടി വരുന്ന എല്ലാ പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ വിവാഹ ജീവിതം ഒരു ജീവിതമാണെന്ന് സദാ അനുസരിച്ചുകൊണ്ട് അതെല്ലാം സ്നേഹത്തിൻ്റെ അൾത്താരയിൽ ത്യാഗത്തിൻ്റെ മലരുകളായി അർപ്പിക്കുവാൻ വേണ്ട ഉൾക്കാഴ്ച നൽകണമേ. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് അനാദി മുതലേ ഈ മകനായി ശ്രുതിയെ നിശ്ചയിക്കുകയും കാലത്തിൻ്റെ പൂർണ്ണതയിൽ അങ്ങ് ഇവന് ഇണയായി നൽകുകയും ചെയ്ത ശ്രുതിയെ അതീവ സ്നേഹത്തോടും അതിലേറെ നന്ദിയോടും കൂടെ അങ്ങേ തൃക്കരങ്ങളിൽ നിന്നും ഈ കുടുംബത്തിലേക്ക് സ്വീകരിച്ച് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇവർ ഇന്ന് ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹാശസ്സുകളും മേൽ ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ പ്രകാശം പൂരിതമാകട്ടെ. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കൂട്ടായ്മയുടെയും വാക്കുകളും പ്രവർത്തികളും കൊണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം സ്നേഹത്തിൻ്റെ ഒരു ബലിയായി എന്നും ജനിച്ചു വരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ശ്രുതിയെയും റൂണിയെയും പൂരിതമാക്കണമേ. തൻ്റെ വലത് കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്നും കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണനെ പോലെ ഇവരെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ അവരെ എന്നും മറച്ചു കൊള്ളണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെയും കാക്കണമേ തമ്പുരാനെ. ഈ നിമിഷം ഈ മകൻ്റെ ഹൃദയത്തിൽ കടന്നു പോകുന്ന എല്ലാ വിചാരങ്ങളും ഭാവിയെ പറ്റിയുള്ള എല്ലാ ഉത്കണ്ഠകളും അങ്ങയുടെ സ്നേഹത്താൽ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ തിരുഹൃദയം ഇവർക്കെന്നും അഭയകേന്ദ്രമായിരിക്കട്ടെ. ഇങ്ങനെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും ഈ സന്തോഷാവസരത്തിൽ സമീപത്ത് നിന്നും വിദൂരത്ത് നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും അങ്ങേ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളെയും മറ്റെല്ലാ ചടങ്ങുകളെയും യാത്രയെയും എല്ലാം പരിപാലിക്കുന്ന തൃക്കരം നീട്ടി ഈ സമയം ആശീർവദിച്ചാലും സമാധാനത്തിൻ്റെ തികവിൽ കുടുംബങ്ങളെ കൂട്ടിയിണക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.
your hidden glory in creation, now revealed in you, our Christ. What a beautiful name it is. What a beautiful name it is. You sing. You didn't want heaven without us, so Jesus, you brought heaven down. My sin was great, your love was greater. What could separate us now? What a wonderful name it is. What a wonderful name it is. The name of Jesus Christ, my King. What a wonderful name it is. Nothing compares to this. What a wonderful name it is. The name of Jesus. What a wonderful name it is. The name of Jesus. How sweet is your name, how good you are. We love to sing your name, Lord. Love to sing of who you are. Death could not hold you. The veil tore before you. You silenced the boast of sin and grave. The heavens are roaring, the praise of your glory. For you are raised to life again. You have no rival, you have no equal. Now and forever, God, you reign. Yours is the kingdom, yours is the glory, yours is the name above all names. What a powerful name it is. What a powerful name it is. The name of Jesus Christ, my King. What a powerful name it is. Nothing can stand against. What a powerful name it is. The name of Jesus. You have no rival. You have no equal. Now and forever, God, you reign. Yours is the kingdom, yours is the glory, yours is the റോഡിയെയും സ്വതിയെയും സംബന്ധിച്ച് ഇത് കർത്താവൊരുക്കിയ ദിവസം. ദൈവമൊരുക്കിയ ഈ ദിവസം നിങ്ങളുടെ ജീവിതങ്ങൾ കൈമാറി പുതിയ ഒരു ജീവിത അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ
ദൈവം നിങ്ങളോട് കൂടി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ വലിയ സ്നേഹത്തോടെയുള്ള ഈ സമർപ്പണത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരെ ഫിലിപ്പച്ചനെയും രണ്ട് ഫിലിപ്പ് കൊച്ചുടമ്പച്ചനെയും ഫിലിപ്പ് രാമചന്ദ്രപ്പച്ചനെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വിവാഹ തിരുക്കർമ്മങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഇരു കുടുംബങ്ങളുടെയും നാമത്തിൽ ഇടവകയുടെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. നമുക്ക് പ്രാർത്ഥനയോടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാദത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ എന്ന് വിളിച്ചത് സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാകുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചു മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നമ്മുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ എന്റെ കർത്താവേ, നീ നിത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം.
ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ പ്രകൃതാവത്തിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരനെ, നിങ്ങളെല്ലാം സഹോദര ശ്രമിക്കുക. വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണേ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൂല്യങ്ങളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾക്ക് മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വചനങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ന് എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്വവും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിയില്ല. എന്നാൽ വെള്ളം കൂടിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
വൈദികരെ, സ്നേഹമുള്ള വധൂവരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരീസഹോദരന്മാരെ, വിവാഹമെന്ന കൂദാശ പരികരണം ചെയ്യുമ്പോൾ അവിടെ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ, പാടുന്ന പാട്ടുകൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. അത്ര മനോഹരമായ ഒരു ആരാധനാ ശുശ്രൂഷ, മഹനീയമായ ഒരു സന്ദർഭം. കാരണം നിങ്ങൾ ഈ കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ ഗായക സംഘം പാടിയ പാട്ട് നോക്കുന്നുണ്ടാവും. ദൈവത്തിന്റെ സജീവമായ സാന്നിധ്യവും സ്വർഗവാസികളുടെ ഇടപെടലും ഈ സമയത്തുടനീളം ഉണ്ടാകുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാലാഖമാര് പാടുന്ന മനോഹരമായ നിമിഷങ്ങൾ, സ്വർഗം തുറക്കുന്ന സമയം. ഇത് റോണിയെയും ശ്രുതിയെയും സംബന്ധിച്ചിടത്തോളം എത്ര സുന്ദരമാണ്. ഇവനെന്റെ പ്രിയപുത്രനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗം തുറന്ന് പിതാവായ ദൈവം അരുളി ചെയ്തത് ഈശോയുടെ മാമോദീസ സ്വീകരണ സമയത്താണ്. ഇന്ന് ഇവിടെ നിങ്ങളുടെ വിവാഹ മുഹൂർത്തത്തിൽ സ്വർഗം തുറക്കുന്നു, മാലാഖമാർ പാടുന്നു, ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, ഇതാ എൻ്റെ പ്രിയ പുത്രൻ, പ്രിയ പുത്രൻ. റോഡിയോട് പറയുന്ന ഞാൻ നിനക്കായി ഒരുക്കി കരുതി വെച്ചിരുന്ന പ്രിയ ജീവിത സഖി സുജിമോ. സുജിയോട് പറയും, നിനക്കായി ഞാൻ കാലം മുതലേ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിന്റെ പ്രിയ ജീവിത സഖി റോഡി. ഇവരെ രണ്ടുപേരും പ്രാർത്ഥനയോടെ ഈ ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. നിരന്തരം പ്രാർത്ഥിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന ജീവിത സഖിയെ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകരിക്കാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. അപ്പോൾ ഇന്ന് റോഡിയുടെ ശ്രുതി ചേരുമ്പോൾ അവരുടെ ജീവിതത്തിലെ ശ്രുതിയും താളവും മേളവും ഒക്കെ ഉണ്ടാവും. ശ്രുതിയില്ലാത്ത ഒരു റോഡിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. റോഡിയില്ലാത്തൊരു ശ്രുതിയും ഇത് രണ്ടുപേരും കൂടെ ചേരുമ്പോൾ എത്ര താള ലയങ്ങളോടുകൂടി ജീവിത സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടവരാണ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. വിവാഹം ഒരു ഉദാശയാണെന്ന് നമുക്കറിയാം. ഉദാശകളെ സ്വീകരിക്കുന്ന സമയം ദൈവത്തിന്റെ ജീവൻ നിങ്ങളിലേക്ക് നൽകപ്പെടുന്നത്. നിങ്ങൾ ഇന്ന് സ്വീകരിക്കുന്ന ഈ ഉദാശയിലൂടെ പരസ്പരം സഹായിക്കാനും സംരക്ഷിക്കാനും താങ്ങാകാനും തണലാവാനും ഇടയാകാനും തുണയാകാനുമുള്ള ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ കൃപയിൽ ആശ്രയിച്ച് നിങ്ങൾ ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ വിവാഹ ജീവിതം സമ്പന്നമാവുക, സമൃദ്ധമാവുക, സന്തോഷകരമാവുക. നിങ്ങൾ ആരംഭിക്കുന്ന ഈ ജീവിത യാത്ര നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സന്തോഷകരമാകണമെന്നില്ല. ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും, ക്ലേശങ്ങളുണ്ടാകും. നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക് അടിവെച്ച് മുന്നോട്ട് വന്നപ്പോൾ നിങ്ങളെ ആദരവുകളോടുകൂടി എതിരേൽക്കാനായിട്ട് നിരവധിയാണ്. അതുപോലെ തന്നെ ചണ്ട മേളം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ വിവാഹം ഒരു ആഘോഷം മാത്രമല്ല, ഒരു ആർഭാടം കൂടിയാണ് തെളിയിക്കുന്ന പല കാര്യങ്ങളും ഈ വിവാഹ ദിവസം നിങ്ങൾ കണ്ടത്. പക്ഷെ ഈ ആഘോഷങ്ങൾക്കും ആർഭാടങ്ങൾക്കും അപ്പുറം വിവാഹ ജീവിതം വിജയിക്കണമെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ദൈവത്തെ കൂട്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഇരുവരെയും ചേർത്ത് കുടുംബജീവിതത്തിന് അസ്ഥിവാരമെടുത്ത ദൈവത്തിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൗരസ്ത്രീ ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ആ അനുഭവത്തിന്റെ ബോധത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, ഇനി ഞാനല്ല നിങ്ങൾ ക്രിസ്തു ജീവിക്കും. വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്നു മുതൽ മരണം വരെയും
ഞാൻ എനിക്കുള്ളതല്ല, എന്റെ ജീവിത പങ്കാളിക്കുള്ളതാണ്, എന്റെ ജീവിത പങ്കാളി എന്റേതാണ്, എന്റേത് മാത്രമാണ് എന്ന ഒരു ചിന്ത നിങ്ങൾ പുലർത്തുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുവട്ടങ്ങളുമൊക്കെ നിങ്ങൾ നിരവധി ആളുകളെ കണ്ടപ്പോൾ വിവാഹ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവര്, ദുഃഖങ്ങളും ദുരിതങ്ങളും പേറുന്നവര് എല്ലാം ഈ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിശ്ചയമായും ദൈവം അറിയാവുന്ന സംഭവിക്കുകയില്ല. ദൈവം എനിക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നു. ആ പദ്ധതി എന്റെ വിജയത്തിനാണ്, എന്റെ വളർച്ചയ്ക്കാണ്, എന്റെ നന്മയ്ക്കാണ് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുമ്പോഴാണ് വിവാഹ ജീവിതത്തിലെ സവിശേഷമായ സന്തോഷം അനുഭവിക്കാനായി നിങ്ങൾക്ക് സാധിക്കുക. ഞാനിവിടെ 2022 വികാരിയായിട്ട് ചാർജ് എടുത്ത് കുറെ നാൾ കഴിഞ്ഞപ്പോഴ് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് രാത്രി ലേറ്റായിട്ടൊക്കെ വരുമ്പോഴ് പലപ്പോഴും കണ്ടുമുട്ടാറുള്ള ഒരു വ്യക്തിയാണ് റോഡിൽ. ഞാൻ വിചാരിച്ച ആരെങ്കിലുമൊക്കെ പ്രശ്നക്കാരൻ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നതായിരിക്കും, ഒരുപക്ഷെ പ്രയാസം വരുന്നതൊക്കെയാണ്. ഞാൻ 1-2 വട്ടം വന്ന് ചോദിച്ചിട്ടുണ്ട് ഇതെന്താ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിശയം തോന്നിയ ഒരു കാര്യം, ഞാൻ ശകലം പ്രാർത്ഥിക്കാൻ വന്നത് സമാധാനത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അത് പലവട്ടം ഞാൻ കാണാനിടയായിരുന്നു. റോണിയുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയൊരു സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശ്രുതി ദൈവപ്പോഴും വിശ്വാസം കളയരുത്. പ്രാർത്ഥന, ദൈവ സാന്നിധ്യ ചിന്ത, ദൈവത്തിന് നിരന്തരം ആശ്രയിച്ച് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് ഇരുവർക്കും സാധിക്കും. പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതം ചിന്തിക്കാനായിട്ട് സാധ്യമല്ല. പ്രാർത്ഥന കൂടാതെ ജീവിത വിജയം, വിവാഹ ജീവിതമാണെങ്കിലും ഏത് ജീവിതമാണെങ്കിലും അത് വിജയകരമാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും നിങ്ങളത് ഉൾക്കൊള്ളുന്നത് ഞാൻ വിചാരിക്കും. തിരക്കിലും വ്യക്തിത്വയിലും ഒക്കെ ശാന്തത കൈവിടാതെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ദൈവസാന്നിധ്യ ചിന്തയിൽ കഴിയാൻ നിങ്ങൾക്കിടയാക്കി പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ വ്യക്തികളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ നോക്കുക. എത്ര സന്തോഷമാണ് അവരുടെ മുഖത്ത് ഓളം കിട്ടുന്നത്. നിങ്ങളെ വളർത്തി വലുതാക്കിയിട്ട് നിങ്ങളുടെ കൈകൾ പിടിച്ച് കലമണ്ഡലത്തിലേക്ക് അവർ ആനയിച്ചപ്പോഴവരുടെ പ്രതീക്ഷകൾ, അവര് അനുഭവിച്ച സന്തോഷം, അവരനുഭവിച്ച ആ വലിയ ആനന്ദം എത്രമാത്രമുണ്ട് എന്ന് അവർക്കേ പറയാൻ പറ്റും. നമുക്കൊക്കെ അവരുടെ മുഖം പ്രകടിപ്പിക്കുന്നിടത്തോളം സന്തോഷം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് ജന്മം നൽകി ദൈവം നൽകിയ സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ വളർത്തി വലുതാക്കി നിങ്ങൾക്ക് എക്കാലവും നന്മയുണ്ടാക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത് നിങ്ങളെ ഈ കതിർമണ്ഡലത്തിലേക്ക് കൈപിടിച്ച് അണിയിച്ച മാതാപിതാക്കളെ നിങ്ങൾ നന്ദിയോടെ ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിൽ മാതാപിതാക്കൾ മറക്കാതിരിക്കുക. അവരോടൊപ്പമായിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ സഹോദരങ്ങൾ അവരും ഇതുപോലെ തന്നെ സന്തോഷവാന്മാരും സന്തോഷവതികളും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും ഇതുപോലെ ഇരിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന സഹോദരങ്ങൾ അച്ഛൻ്റെ മുഖത്ത് നോക്കിയാണ്. അടുത്തത് എന്ത് ധ്യാനാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ അപ്പൊ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് നിറത്താക്കുന്ന മനോഹരമായ ദിനം. നിങ്ങൾ ഇതുവരെ എഴുതി കൂട്ടിയ സ്വപ്നങ്ങൾ സഫലമാക്കുന്ന ദൈവ പദ്ധതി ഇന്ന് നിങ്ങളിൽ നിറവേറുകയാണ്. അപ്പൊ നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരും ഇതിൽ സന്തോഷിക്കുക. നിങ്ങൾക്ക് ദൈവം നൽകുന്ന മക്കളെ, ഇരുകൈകളും നീട്ടി സ്വീകരിച്ച മക്കളെ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി വളർത്തി വലുതാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ഇടവക എന്ന് സന്തോഷിക്കും. കാരണം പുതിയൊരു കുടുംബം ഈ ഇടവകയിലെ രൂപം കൊള്ളുകയും നന്മയുടെ ഒരു രൂപമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനായിലെ വിവാഹ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ആ വിവാഹ മുഹൂർത്തത്തെ ധന്യമാക്കിയ ഈശോയും ശിശുമാരും കുടുംബത്തിന്റെ പ്രയാസങ്ങളിൽ കൈപിടിച്ചവരെ ഉയർത്തിയ മാതാവും
വിശുദ്ധ യേശുപിതാവും ഒക്കെ നിങ്ങൾക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം തുറന്ന് പാട്ടുപാടി ഇറങ്ങുന്ന മാലാഖമാർ നിങ്ങളുടെ യാത്രയിലുടനീളം നിങ്ങൾക്ക് സംരക്ഷണമൊരുക്കി കാവലൊരുക്കി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ തമ്പുരാന്റെ അനുഗ്രഹം എന്നാളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. വിവാഹ ജീവിതത്തിൽ എല്ലാ നന്മകളും നിങ്ങൾക്കായി ഇവിടെയായിരിക്കും എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വചനമായ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹ കൂദാശകൾ എന്തിനാകാൻ പോകുന്നു? ഈ കൂദാശ യോഗ്യതയുടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശുചിയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാനാഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യാൻ അങ്ങയുടെ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സംബന്ധമായ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ വിശുദ്ധയുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്പത്തോടും കൂടി ശ്രുതി നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ശ്രുതി വിശുദ്ധയുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്പത്തോടും കൂടി റോണിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നമ്മളോട് ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലൈക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണ വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രത്യേകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാവുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന് അനശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി തന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മണ്ണിൽ
യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾക്കനുസരിച്ച് ആശീർവാദം സ്വീകരിക്കണേ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹായെപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളിൽ
അങ്ങയുടെ സംരക്ഷണത്തിലെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവമേ, പിതാവായ വിശുദ്ധായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെയും നായകനായ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ വഹിക്കും. ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ ദൈവം നമ്മെ നയിച്ചല്ലോ. ും
for 1,000